അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ മദ്ദുകളെക്കുറിച്ചാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലാണ് പറയുന്നത്. മനസ്സിലാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്ദുകൾ ടോട്ടലി ആകെ 6 എണ്ണമാണുള്ളത്. ഒന്ന് സാധാരണ മദ് അസ്ലി എന്ന് പറയും. ബാക്കി 5 മദ്ദുകളെക്കുറിച്ചാണ് നമുക്ക് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ മദ് മുത്തസിലും മദ് മുൻഫസിലും നാം പറഞ്ഞു, മനസ്സിലായിട്ടുണ്ടാകും. ഒന്നുകൂടി നമ്മൾ ഉദാഹരണങ്ങളിലൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ക്ലാസ്സുകൾ നല്ലോണം ശ്രദ്ധിക്കുകയും അത് നമ്മുടെ പാരായണത്തിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മദ് അസ്ലി എന്ന് പറഞ്ഞാൽ സാധാരണ നീട്ടാൽ ഉണ്ടാകുമ്പോഴുള്ള മദ്, അതാണ് സാധാരണ മദ് അസ്ലി എന്ന് പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൂറത്തു യാസീൻ, അതിൻ്റെ അല്പം ചില ആയത്തുകൾ ഓതിയിട്ട് അതിലുള്ള നിയമങ്ങൾ നമുക്ക് നോക്കാം. അല്ലാഹു തആല നല്ലതുപോലെ പറയാനും അത് കേൾക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് മുമ്പ് നമ്മുടെ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഒന്ന് മദ് മുത്തസിൽ, മറ്റൊന്ന് മദ് മുൻഫസിൽ, മദ് ലാസിമ്, മദ് ആരിദ്, മദ് ലീന്. അപ്പോൾ ഇത് ഏത് മദ്ദാണെങ്കിലും ഈ മദ്ദിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നീട്ടുക. സാധാരണ ഇപ്പോൾ നമ്മൾ സാധാരണ കാല എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു അലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാന, കാല, ഇത് സാധാരണ മദ്ദാണ്. ഇനി പറയുന്നത് മദ് മുത്തസിൽ, മദ് മുൻഫസിൽ. മുത്തസിലും മുൻഫസിലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്നുകൂടി പറയുകയാണ്. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം അതേതാണ്? ഫത്ഹിന് അലിഫ് ഉപയോഗിക്കും. സവാഉൻ, അവിടെ ഇപ്പം എന്താ, ഫത്ത് ആണ്. ഫത്ത് വന്നതുകൊണ്ട് അതിനെ നീട്ടാൻ ഉപയോഗിച്ചത് അലിഫാണ്. ഇനി യാ വരും. അതേപോലെ തന്നെ ബ എന്നതിനെ ബാ, ബി എന്നതിനെ ബി, ബു എന്നതിനെ ബൂ. ഇതാണ് അലിഫ്, വാവ്, യാ. ഇതാണ് മദ്ദക്ഷരം, നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം എന്നർത്ഥം. ഇനി നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ വന്നു, അതിനുശേഷം ഹംസ വരുന്നു. സാധാരണ കാല എന്ന് പറഞ്ഞപ്പോൾ കാല എന്നതിൽ അലിഫിന് ശേഷം ലാമാണ് വന്നത്. ഹംസയല്ലാത്ത ബാക്കി ഏത് വന്നാലും സാധാരണ മദ്ദാണ് വരിക. നേരെ മറിച്ച് മദ്ദക്ഷരത്തിന് ശേഷം അലിഫോ വാവോ യാവോ, ഇതാണ് മദ്ദക്ഷരം. ഈ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഹംസ എന്ന് പറഞ്ഞാൽ ഹംസയായിട്ട് തന്നെ വന്നാലും ഇനി ആ ഈ ഉ അലിഫിട്ടിട്ട് എഴുതി വന്നാലും ഇതൊക്കെ എന്താണ്, ഹംസയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു അതേ വാക്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് സവാഉൻ ഒറ്റ വാക്കിലാണ് വന്നത്. ആ ഒറ്റ വാക്കിൽ വന്നപ്പോൾ നമുക്ക് ഇനി ആ ചാർട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് തിരിയും. സവാഉൻ, ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നത്. ഇത് മദ് മുത്തസിലാണ്. സാധാരണ മദ്ദിനേക്കാൾ കൂടുതലായിട്ട് നീട്ടണം. അപ്പം ഇങ്ങനെ സവാഉൻ. അടുത്ത വാക്ക് മാഉൻ. ഇതെന്താണ്? മദ്ദക്ഷരം അലിഫാണ്. ആ അലിഫിൻ്റെ ശേഷം ഹംസ വന്നു, അതേ വാക്കിൽ ഹംസ വന്നു. ഇതാണ് മദ് മുത്തസിൽ. മലായികത്തുൻ, മലാ എന്നതിന് ശേഷം അലിഫ് വന്നു, ആ അലിഫിൻ്റെ ശേഷം ഹംസ വന്നു. ഈ അല്ലേ, അത് ഹംസയാണ്. ഇപ്പോൾ ചിലപ്പോൾ വാവിൻ്റെ മുകളിൽ ഹംസ വരും, യാൻ്റെ മുകളിൽ ഹംസ വരും. ഹംസ വന്നാൽ പിന്നെ അത് യാ അല്ല, വാവല്ല, അത് പിന്നെ ഹംസയായിട്ട് മാറി. അപ്പോൾ മലായിക്കത്തുൻ എന്ന ഈ അലിഫിന് ശേഷം മദ്ദക്ഷരത്തിന് ശേഷം മദ്ദക്ഷരമായ ഈ അലിഫിന് ശേഷം ഹംസ വന്നതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ നീട്ടേണ്ടി വന്നത്. അതേ വാക്കിലായതുകൊണ്ട് മദ് മുത്തസിലായി. സവാഉൻ, അത് കാണുമ്പോൾ തന്നെ തീരുന്നുണ്ടല്ലോ. അടുത്ത് മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മാ അഅ്ബുദു. മാ എന്ന മീമിൻ്റെ ശേഷം ഒരു അലിഫ് വന്നല്ലോ, ആ അലിഫ് മദ്ദക്ഷരമാണ് അല്ലേ, നീട്ടാൻ വന്നു മാ. പിന്നെ ഹംസ വന്നത് അടുത്ത വാക്കിലാണ്. മാ എന്നുള്ളത് വേറെ വാക്കും അഅ്ബുദു എന്നുള്ളത് മറ്റൊന്നാണ് അല്ലേ.
മാ എന്നുള്ള ഒരു വാക്കും അഅ്ബുദു എന്നുള്ള വേറൊരു വാക്കുമാണ്. അപ്പോൾ രണ്ട് വാക്കാണ്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് പിന്നെ മദ് വന്നത്. ഇതാണ് മദ് മുൻഫസിൽ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഓതുക മാ അഅ്ബുദു അല്ലേ, ഇന്നാ അൻസൽനാഹു. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം അംസ വന്ന് അടുത്ത വാക്ക് അൻസൽനാഹു എന്നുള്ള വേറൊരു വാക്കാണ്. ഇന്ന എന്നുള്ളത് വേറെയാണ് അല്ലേ. രണ്ടും രണ്ടായിട്ടുള്ള വാക്കുകളാണ്. ഇതാണ് മദ് മുത്തസിൽ, മദ് മുൻഫസിൽ. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്നത്, മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വേറിട്ട് വന്നത്. രണ്ടും രണ്ടായിട്ട് തന്നെ വേറിട്ട് വന്നു. ഇതാണ് രണ്ട് വാക്കിലായിട്ട് മദ്ദക്ഷരത്തിന് ശേഷം പിന്നെ വന്ന ഹംസ അടുത്ത വാക്കിലാണ്. ഇതാണ് മദ് മുൻഫസിൽ. ചേർന്ന് വന്നത് മദ് മുത്തസിലും. അപ്പോൾ അത് രണ്ടും മനസ്സിലായിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ പിന്നെ നമുക്ക് സൂറത്ത് യാസീൻ ഓതുമ്പോൾ അതിലുള്ള നിയമങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മദ് ലാസിം എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഉദാഹരണം ഫാത്തിഹയിലുണ്ടല്ലോ വലല്ലാലീൻ, അവിടെ ലോ അല്ലേ, വലല്ലോ അവിടെ നീട്ടാനുള്ള കാരണം എന്താണ്? മദ്ദക്ഷരം വന്നു, അതിനുശേഷം സ്ഥിരമായ സുക്കൂനാണ്. സ്ഥിരമായ സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്നും അവിടെ സുക്കൂനുണ്ട്. ഇപ്പം ലീ എന്നുള്ളത് എന്താണ്? സുക്കൂൻ അവിടെ കാണുന്നില്ലല്ലേ, നമുക്കൊരു സംശയം ഉണ്ടാവും. അതെന്താണ്? ലീ എന്നുള്ളത് എന്താണ്? ല് പ്ലസ് ലി, ഷദ്ദുള്ള ഏത് അക്ഷരം ല എന്ന് പറഞ്ഞാൽ എന്താണ്? ല് പ്ലസ് ല. ബ എന്ന് പറഞ്ഞാൽ ബ് പ്ലസ് ബ, ഇതാണ് ബ എന്നുള്ളത്. അപ്പോൾ എന്താണ്? ആദ്യം സുക്കൂനാണ്. അപ്പോൾ ഇത് സ്ഥിരമായ സുക്കൂനാണ് അല്ലേ. അത് കൂട്ടി രണ്ടക്ഷരത്തെ ഒറ്റക്ഷരമായത് കൊണ്ടാണ് എന്ത് ചെയ്ത് അവിടെ ഷദ്ദ് വന്നത്. അപ്പോൾ ഈ മദ്ദക്ഷരത്തിന് ശേഷം, മദ്ദക്ഷരം ഇവിടെ അലിഫാണ്, അലിഫ് വന്നതിന് ശേഷം സ്ഥിരമായ സുക്കൂൻ അവിടെ വന്നു. അവിടെ എന്ത് ചെയ്തു? ഷദ്ദുള്ള ഒരക്ഷരം വന്നാൽ, അത് അടുത്ത ഉദാഹരണം എന്താ? കാഫ, കാ എന്ന അതിനുശേഷം ഒരു അലിഫ് ഉണ്ടല്ലോ, ആ മദ്ദക്ഷരത്തിന് ശേഷം അവിടെ സുക്കൂൻ വന്നു. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഫ് പ്ലസ് ഫ, ഇതാണ് കാ ഫ എന്നുള്ളത്. എന്താണ്? ഫ് പ്ലസ് ഫ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സുക്കൂൻ വന്നു, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു. ഇതാണ് മദ് ലാസിം. ഇനി അതേപോലെ തന്നെ ഹർഫായിട്ട് വന്നത് ഒരക്ഷരം ഒറ്റക്ഷരമായിട്ടുള്ള വന്നൊന്നുമില്ല. സ്വാദ്, അത് നമ്മൾ ഉച്ചരിച്ചപ്പോൾ എങ്ങനെ വന്ന്? സ്വാദ്, അതിൽ തന്നെ മനസ്സിലായല്ലോ. അത് നമ്മൾ ഇനി അറബിയിൽ ഇങ്ങനെ എഴുതി നോക്കൽ എങ്ങനെ? സ്വ അല്ലേ, പിന്നെ അതിൻ്റെ കൂടെ ഒരു അലിഫിട്ട്, അപ്പോൾ സ്വ, പിന്നെ ഒരു ഇത് അല്ലേ, അപ്പോൾ അങ്ങനെ സ്വാദ്. ഇത് ഈ സ്വാദ് എന്നുള്ളത് എന്ത് ചെയ്യൂല, സ്വാദീന്ന് വായിക്കൂല, അത് സ്ഥിരം അങ്ങനെ തന്നെ, അതിനൊരു മാറ്റമില്ല. സ്വാദ്. അതേപോലെ തന്നെ നൂൻ, ഈ നു പിന്നെ അതിൻ്റെ കൂടെ ഒരു വാവിട്ട് നീട്ടാൻ, അപ്പം നൂ എന്നായി. പിന്നെ ന്, അതെപ്പോഴും നൂൻ തന്നെ, അതിനെപ്പോഴും സുക്കൂൻ തന്നെയാണ് വരിക. അപ്പോൾ സ്ഥിരമായിട്ട് സുക്കൂന് വരിക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വാക്ക് മദ് ലാസിം. ഇതെന്താണ്? നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു മദ്ദാണ്. ഇതെന്ത് ചെയ്യണം? കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നീട്ടണം. വലല്ലാലീൻ കാഫ സ്വാദ്. അപ്പോൾ ഈ മദ്ദുകളൊക്കെ ഈ ഉദാഹരണത്തിലേക്ക് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മദ്ദക്ഷരത്തിന് ശേഷം മദ് ലാസിം എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം അവിടെ സ്ഥിരമായിട്ട് സുക്കൂൻ ഉണ്ടാവുക എന്നുള്ളത്. അതിന് ചേർത്തി ഓതിയാലും സ്ഥിരമായ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതിയാലും നിർത്തി ഓതിയാലും നൂൻ വൽ ഖലമി, അവിടെ ഞാൻ നിർത്തി നൂൻ എന്ന് പറഞ്ഞ് നിർത്തി, എന്നാലും അതിന് മാറ്റം ഉണ്ടാവില്ല. ഇനി നിർത്താതെ ഓതി നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഈ നൂൻ എന്നതിന് മാറ്റം വരില്ല. അത് ഞാൻ എങ്ങനെ ചേർത്തി ഓതിയാലും വഖഫ് ചെയ്തിട്ട് നിർത്തി ഓതിയാലും അതിനൊന്നും മാറ്റം വരില്ല. ഇതാണ് മദ് ലാസിം എന്ന് പറയുന്നത്. ഇനി മദ് ആരിൽ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്ദാണ്. ഇപ്പോൾ ഉദാഹരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ റഹീം എന്നുള്ളിടത്ത് നമ്മൾ നിർത്തി. അത് ആയത്തിൻ്റെ അവസാനമായതുകൊണ്ടല്ല, ഞാൻ അവിടെ നിർത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഓതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അപ്പോൾ പിന്നെ സാധാരണ മദ്ദായി. നിർത്തുന്നില്ലെങ്കിൽ പിന്നെ സാധാരണ മദ്ദായി. നിർത്തിയത് കൊണ്ടാണ് നമ്മൾ റഹീം. അപ്പോൾ നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ വന്നു. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം മദ്ദക്ഷരമായി വരിക എന്നുള്ളതാണ്. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ, നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് വാവ് യാ, ഇതാണ് മദ്ദക്ഷരം. അപ്പോൾ ഇവിടെ റഹീമി എന്നുള്ളിടത്ത് നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ മീമിന് സുക്കൂൻ കൊടുത്തു. എവിടെ നിർത്തുകയാണെങ്കിലും ഏത് വാക്കിൽ നിർത്തുകയാണെങ്കിലും ഇവിടെ ശ്രദ്ധിക്കണം, അതിന് തൻവീൻ ഫത്ഹ് അല്ലാത്ത ബാക്കി ഏത് സ്ഥലത്ത് നിർത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ത്, അവിടെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുക്കണം. ഇപ്പോൾ റഹീമി എന്നുള്ളത് മുസാഫിലൊക്കെ എന്താ, ഖുർആനിലൊക്കെ എന്താ ഉണ്ടാവുക? റഹീമി എന്നുണ്ടാവുക. അത് നമ്മൾ നിർത്തുന്നത് കൊണ്ട് റഹീം അവിടെ സുക്കൂൻ കൊടുത്തിട്ട് നമ്മൾ നിർത്തുന്നു. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം യാ വന്നു, മദ്ദക്ഷരമാണ്. മദ്ദക്ഷരമായി യാ വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരമായിട്ട് വരുന്നു. അപ്പോൾ എവിടെ നിർത്തുമ്പോഴും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫോ വാവോ യാ ഓ ആണെങ്കിൽ അവിടെ മദ് ആരിൽ വരും. അഥവാ ആ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? പിന്നെ കുറച്ച് നീട്ടണം എന്നർത്ഥം. അവിടെ നമ്മൾ മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല, എങ്കിലും അവിടെ എന്ത് ചെയ്യണം? നീട്ടണം. ഇപ്പോൾ ഉദാഹരണത്തിന് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളിടത്ത് നിർത്തിയത് കൊണ്ടാണ് റഹീമിനെ നീട്ടിയത്. ഇനി റഹ്മാൻ എന്ന് പറഞ്ഞാൽ നിർത്തുകയാണ്. അപ്പോഴും അങ്ങനെ തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ, അവിടെ റഹ്മാനി എന്നുള്ളത് അവിടെ പിന്നെ നമ്മൾ വഖഫ് ചെയ്തത് കൊണ്ട് റഹ്മാൻ അവിടെ കൂടുതൽ നീട്ടി. എന്തേ കാരണം? അവിടെ മാന് അല്ലേ, മാൻ, ആ നൂനിന് സുക്കൂൻ ചെയ്തു. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം അലിഫാണ്, നീട്ടാൻ ഉപയോഗിച്ച അലിഫാണ്, മദ്ദക്ഷരമായ അലിഫാണ്. ആ അലിഫ് വന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? ഇപ്പോൾ ഇവിടെ നിർത്തിയത് കൊണ്ട് പുതിയ ഒരു മദ് വന്നു. ഇപ്പം നമ്മൾ നിർത്തിയത് കൊണ്ടാണ് മദ് വന്നതിൽ. നിർത്തുന്നില്ല എങ്കിൽ സാധാരണ മദ്ദേ ഉണ്ടാവുള്ളൂ. റഹ്മാനി എന്നുള്ള ആ ഒരു മദ്ദേ വരുള്ളൂ. റഹ്മാനി റഹീം, റഹീം എന്നുള്ളിടത്ത് നിർത്തിയപ്പോൾ മദ് ആരിൽ വന്നു. അതേപോലെ തന്നെ നസ്തഈൻ, ചാർട്ടിലേക്ക് നോക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നസ്തഈനു എന്നുള്ളത് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നിർത്താതെ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതുക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ മുസ്തഖീം എന്നുള്ളിടത്ത് നീട്ടി നസ്തഈൻ. ആ നൂനിനെ നമ്മൾ ആ നൂനിൻ്റെ അവിടെ വഖഫ് ചെയ്തതുകൊണ്ട്, വഖഫ് ചെയ്യാതെ നിർത്തിയത് കൊണ്ട് നൂനിന് സുക്കൂൻ വന്നു. തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ആണ്, മദ്ദക്ഷരമാണ്. അത് നമുക്ക് എന്ത് ചെയ്യുക? യാസീൻ ഓതുമ്പം കൂടുതൽ നമുക്ക് മദ് ആരിൽ മനസ്സിലാവും. എവിടെ വേണമെങ്കിലും നമുക്ക് നിർത്തുക. ഉദാഹരണം നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, ശ്വാസം പിന്നെ നമുക്കിങ്ങനെ ശ്വാസം മുട്ടുമല്ലോ. ആ ശ്വാസം മുട്ടുന്ന സമയത്ത് നിർത്തുകയാണെങ്കിൽ, അവിടെ ഒരു പദത്തിൻ്റെ അവസാനം നിർത്തുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ചിലപ്പോൾ മദ് ആരിൽ ഉണ്ടാവും. നമ്മൾ നോക്കുക. ഇലാഹിന്നാസ് അല്ലേ, ഇലാഹിന്നാസി എന്നുണ്ടാവുക. അവിടെ നാസി എന്നുള്ളിടത്ത് നിർത്തിയപ്പോൾ നാസിന് സുക്കൂൻ കൊടുത്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം എന്താണ്? അലിഫാണ്, മദ്ദക്ഷരമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആ നാസ് എന്നുള്ളിടത്ത് നീട്ടി. എന്താ കാരണം? മദ് ആരിലാണ്. അവിടെ മദ് ആരിൽ എന്ന് പറഞ്ഞാൽ മദ് പുതുതായി വരുന്ന മദ് എന്നർത്ഥം. നമ്മൾ നിർത്തുകയാണെങ്കിൽ വരുള്ളൂ, അല്ലെങ്കിൽ ആ മദ് വരില്ല. സാധാരണ മദ്ദേ ഉണ്ടാവുള്ളൂ. ഇലാഹിന്നാസി മലിക്, അവിടെ എങ്ങനെ വരിക? അവിടെ നമ്മൾ നിർത്താതെ ഓതാണെങ്കിൽ എങ്ങനെ വരിക? ഇലാഹിന്നാസി മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ സാധാരണ മദ്ദേ അവിടെ വരുള്ളൂ. അപ്പോൾ മദ് ആരിലും മനസ്സിലായി. ഇനി മദ് ലീനാണ്. മദ് ലീന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. പിന്നെ മദ് ആരിൽ പോലെ തന്നെയാണ്. അവിടെ മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവും. മദ് മുത്തസിലാകട്ടെ, മദ് മുൻഫസിലാകട്ടെ, മദ് ലാസിമാകട്ടെ, ഇവിടെയൊക്കെ മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവും. മദ് ആരിലും മദ് ലീനും ഇവിടെ എന്തുണ്ടാവില്ല. ഈ രണ്ട് സ്ഥലങ്ങളിൽ മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ നിർത്തൽ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നിർത്തുകയാണ്, പിന്നെ നമ്മളൊരു സ്ഥലത്ത് നിർത്തുകയാണ്, അവിടെ എന്ത് ചെയ്യുക? ചിലപ്പോൾ മദ് ആരിൽ വരും, ചിലപ്പോൾ മദ് ലീനൊക്കെ വരും. എല്ലായിടത്തും വരുന്നല്ല. പിന്നെ നീട്ടാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും? അവിടെ മദ് ലീന് വരും, അല്ല മദ് ആരിൽ വരും. മദ് ലീന് വരുന്ന സ്ഥലമുണ്ട്. അതെപ്പോൾ ഒരു വാക്കിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.
ആ വാക്കിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ഓ വാവോ ആകണം എന്ന് മാത്രം ആയാൽ പോരാ, അതിന് സുക്കൂൻ ഉണ്ടാകും. സുക്കൂന് നേരത്തെ ഉള്ളതിന് പിന്നെ നമ്മൾ സുക്കൂന് കാണാത്തതാണ് മദ് ആരിദ്. ഇവിടെ എന്തുണ്ട്, സുക്കൂൻ അവിടെ കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് റബ്ബ ഹാദൽ ബൈത്ത്, ബൈത്ത് അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു, ആ തായിന് സുക്കൂൻ കൊടുത്തു. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ഓ വാവോ ആവുക എന്ന് മാത്രമല്ല, യാഇനോ വാവിനോ സുക്കൂൻ അവിടെ അസലിയായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സുക്കൂൻ അവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ, യാഇന് സുക്കൂൻ കാണുന്നുണ്ട്. ഇത് നീട്ടാൻ ഉപയോഗിച്ച പിന്നെ യാ ആണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് നീട്ടിയത്? മദ് ലീനായതുകൊണ്ടാണ്. എന്താ മദ് ലീൻ എന്ന് പറഞ്ഞാൽ, വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പിന്നെ രണ്ട് സ്ഥലത്തും മദ് ആരിദാകട്ടെ മദ് ലീനാകട്ടെ നിർത്തുമ്പോഴാണ്, വഖഫ് ചെയ്യുമ്പോഴേ ഈ മദ് വരുള്ളൂ. മദ് ലീനിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ വഖഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, വഖഫ് ചെയ്യുന്ന ഈ ലാസ്റ്റത്തെ അക്ഷരം ഉണ്ടല്ലോ, ഈ ലാസ്റ്റത്തെ അക്ഷരത്തിന് സുക്കൂൻ ആയിരിക്കും. സുക്കൂൻ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ സുക്കൂൻ കൊടുക്കണം എന്നർത്ഥം. റബ്ബ ഹാദൽ ബൈത്തി എന്നുള്ളിടത്ത് എന്താണ്, സുക്കൂൻ ഇല്ലല്ലോ. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നിർത്തുമ്പോൾ റബ്ബ ഹാദൽ ബൈത്ത് അവിടെ നിർത്തിയത് എന്തുകൊണ്ടാണ്? പിന്നെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ വന്നു. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് യാന് സുക്കൂൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വാവിന് സുക്കൂൻ ഉണ്ടാകുമ്പോൾ ആ പദത്തെ നമ്മൾ എന്ത് ചെയ്യണം, നീട്ടണം. മദ് ലീനായിട്ട് വരും. മനസ്സിലായോ? അപ്പം എങ്ങനെ ഹാദൽ ബൈത്ത്. അടുത്ത് മിൻ ഖൗഫ് അവിടെ നിർത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെ കൂടുതൽ നീട്ടിയത്, മദ് ലീനായി വന്നത്. മിൻ ഖൗഫ്. നൗം അസ്സലാത്തു ഖൈറും മിനൻ നൗം. അപ്പോൾ മദ് ലീനാവണമെങ്കിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ഓ വാവോ വരികയും ആ യാഇനോ വാവിനോ സുക്കൂൻ അവിടെ പിന്നെ ഒറിജിനലായിട്ട് അവിടെ സുക്കൂൻ ഉണ്ടാവുകയും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഫത്ത് ആവുകയും ചെയ്യുമ്പോഴാണ് മദ് ലീൻ വരിക. ഖൗഫ് അവിടെ ഹ എന്ത് ചെയ്തു, പിന്നെന്ത് ചെയ്തു, പിന്നെ ഫത്ത് വന്നു. നൗം അവിടെ നൂനിന് ഫത്ത് വന്നു. അതിന് ശേഷമുള്ള അക്ഷരം വാവിന് സുക്കൂൻ അവിടെ ഉണ്ടായിരിക്കണം. സുക്കൂൻ അവിടെ കാണുന്നർത്ഥം. അപ്പം നൗം അതിന് ശേഷമുള്ള പിന്നെ ലാസ്റ്റത്തെ അക്ഷരം നമ്മൾ വഖഫ് ചെയ്യാണ്. അപ്പം നിർത്തുമ്പോൾ അപ്പം അതിന് സുക്കൂനും കൊടുക്കുന്നു. അപ്പോഴാണ് എന്ത് വരിക, മദ് ലീന് വരുന്നത് എന്നർത്ഥം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവസാനത്തിൽ സുക്കൂൻ ചെയ്യുകയും അതിന് തൊട്ട് മുമ്പ് യാഇനോ വാവിനോ സുക്കൂൻ ഉണ്ടാവുകയും അതിന് തൊട്ട് മുമ്പുള്ളതിന് ഫത്ത് വരികയും ചെയ്യുമ്പോഴാണ് മിൻ ഖൗഫ്. അത് കാണുമ്പോൾ തന്നെ തീരുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് ഏകദേശം മദ്ദുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് സൂറത്ത് യാസീൻ സൂറത്ത് എന്ത് ചെയ്യുക, ഒന്ന് ഓതി നോക്കാം. അതിലെ മദ്ദുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനിർ റഹീം അവിടെ മദ്ദക്ഷരത്തിന് ശേഷം എന്ത് ചെയ്തു, അതിന് ശേഷമുള്ള അക്ഷരത്തിൽ നമ്മൾ വഖഫ് ചെയ്തുകൊണ്ട് അതിന് സുക്കൂൻ കൊടുത്തു. അപ്പോൾ തൊട്ട് മുമ്പുള്ളതിന് പിന്നെ മദ്ദക്ഷരമായതുകൊണ്ട് എന്ത് ചെയ്തു, അത് മദ് ആരിദ് വന്നു അല്ലേ. യാസീൻ യാസീൻ യാ എന്നുള്ളിടത്ത് നമ്മൾ സാധാരണ നീട്ടിയാൽ മതി. ആമീൻ അവിടെ സാധാരണ യാ എന്നുള്ളിടത്ത് സാധാരണ നീട്ടലാണ്. യാസീൻ ഹാമീം ഇവിടെയൊക്കെ സാധാരണ നീട്ടലാണ് നീട്ടേണ്ടത്. അതിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരമാണ് നമുക്ക് നീട്ടാനുള്ളത്. കാരണം മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായിട്ട് സുക്കൂൻ വരിക എന്നുള്ളതാണ്. സീൻ അവിടെ എന്ത് ചെയ്തു, സീ എന്ന് നീട്ടിയതിന് ശേഷം നൂനിന് സ്ഥിരമായിട്ടുള്ള സുക്കൂനാണ്. അപ്പോൾ ഇത് മദ് ലാസിമാണ്. ഹമീം മീം എന്നുള്ളത് എന്താണ്, മദ് ലാസിമ വരുന്നത്. നൂൻ പറഞ്ഞല്ലോ. അപ്പോൾ നോക്കി, വൽ ഖുർആനിൽ ഹകീം. ഹക്കീം എന്നുള്ളിടത്ത് മദ് ആരിദ് വരുന്നു. ഇനി വൽ ഖുർആൻ അവിടെ നിർത്തുകയാണ്, വഖഫ് ചെയ്യാണ്. ഒരാൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഏത് മദ്ദ വരിക, വൽ ഖുർആ എന്ന് അവിടെ മദ് വന്നല്ലോ, മദ്ദക്ഷരം വന്നല്ലോ. മദ്ദക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിന് നമ്മൾ നിർത്തുകയാണ്. അപ്പം നൂനിന് സുക്കൂൻ ചെയ്യണം. മദ്ദക്ഷരത്തിന് ശേഷം നമ്മൾ സുക്കൂൻ ചെയ്യുമ്പോൾ അത് മദ് ആരിദായിട്ട് പുതിയ ഒരു മദ്ദായിട്ട് അവിടെ രൂപപ്പെടുകയാണ്. അപ്പം വൽ ഖുർആൻ നമ്മളവിടെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിർത്തുകയാണെങ്കിൽ എന്നുള്ള വിഷയമാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന
ഇന്നക ലമിനൽ മുർസലീൻ. മുർസലീൻ അവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഞങ്ങൾ അതിന് ശേഷമുള്ള നൂനിന് നമ്മൾ സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നിർത്തിയത് കൊണ്ട് മദ്ദ ആരിൽ വന്നു. അല സിറാത്തിൻ മുസ്തഖീം. സിറാത്തിൻ എന്നുള്ളതിന് തൻവീൻ്റെ ശേഷം മീം വന്നു. നൗമി ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കണം അല്ലേ. നൂന് വാവ് മീമ് തെൻവീനിൻ്റെ ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെ ശേഷം നൂന് വാവ് മീമ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. അതിൻ്റെ പിന്നെ സിറാത്തിൻ എന്നുള്ളിടത്ത് നമ്മൾ സിറാത്ത് എന്നുള്ളത് നിർത്തുകയാണ്. അപ്പോൾ അല സിറാത്ത് അല്ലേ, അവിടെ നിർത്താൻ കാരണം എന്താ? സിറോ എന്നുള്ളതിൻ്റെ അലിഫിന് ശേഷം അത് നീട്ടാനുള്ള മദ്ദക്ഷരത്തിന് ശേഷം അതിന് ശേഷമുള്ള തോയിന് സുക്കൂൻ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുകയാണ്. അത് നിർത്തുമ്പോൾ അങ്ങനെയാണ് നിർത്തേണ്ടത്. അപ്പോൾ മദ്ദ ആരിൽ വരുന്നു. തൻസീലൽ അസീസിർ റഹീം. യാസീൻ സൂറത്താണ് ഓതുന്നത്, അതുകൊണ്ട് നല്ലോണം നമ്മൾ പിന്നെ കേട്ട് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ നിയമങ്ങളൊക്കെ നോക്കി പിന്നെ വെച്ചാൽ നമുക്ക് എന്നും അത് നമ്മളെ ഓർമ്മയിലുണ്ടാകും. തൻസീലൽ അസീസിർ റഹീം. അപ്പോൾ തൻസീൽ എന്നുള്ളിടത്ത് നിർത്തുകയാണ്. അപ്പോൾ അവിടെയൊക്കെ മദ് ആരിൽ വരും. അസീസ് എന്നുള്ളിടത്ത് നിർത്തുകയാണ്, മദ് ആരിൽ വരും. തൻസീൽ. ഇപ്പം എന്ത് ചെയ്തു? മദ് ആരിൽ വന്നു. എന്തേ കാരണം? മദ്ദക്ഷരത്തിന് ശേഷം അതിന് ശേഷമുള്ള അക്ഷരത്തിൽ നമ്മൾ സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അപ്പം എന്ത് ചെയ്യും? തൻസീൽ അല്ലെങ്കിൽ തൻസീലൽ അസീസ് മദ് ആരിദ്. തൻസീലൽ അസീസിർ റഹീം. ഇവിടെ നിന്ന് നമുക്ക് പ്രശ്നം വരില്ല, കാരണം കുറച്ചൊരു ദീർഘമായ ആയത്തൊക്കെയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും? ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വഖഫ് ചെയ്യേണ്ടി വരും. അവിടെ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നിയമമാണെന്ത്? മദ് ആരിദ് എന്നുള്ളത്. അപ്പോൾ അവിടെ മദ് നിർത്തുമ്പോൾ അവിടെ വെറുതെ നിർത്തിയാൽ പോരാ, നമ്മൾ നീട്ടിയിട്ട് നിർത്തണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. തൻസീലൽ അസീസ്. ആവശ്യമില്ലാത്തടത്ത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടി വായിക്കാം. തൻസീലൽ അസീസിർ റഹീം. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ. അവിടെ ലിതുൻദിറ അവിടെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ദാല് വന്നു. അപ്പം എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. ലിതുൻദിറ ഖൗമൻ മാ. ഇപ്പം ഖൗമൻ എന്നുള്ളിടത്ത് നമ്മൾ നിർത്തുകയാണ്. അവിടെ ലിതുൻദിറ ഖൗമ തെൻവീൻ ഫത്ഹുള്ളടത്ത് നമ്മൾ പറഞ്ഞു, തെൻവീൻ ഫത്ഹുള്ളടത്ത് നിർത്തുകയാണെങ്കിൽ ഖൗമ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. റഹീമ ഗഫൂറ ബസീറ. ബാക്കി ഏത് സ്ഥലത്ത് നിർത്തുമ്പോൾ നമ്മൾ സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്, സുക്കൂൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിർത്തേണ്ടത്. അപ്പോൾ ലിതുൻദിർ അവിടെ എന്ത് ചെയ്തു? നമ്മൾ നിർത്തി. അപ്പോൾ അവിടെ നിർത്തുകയാണെങ്കിൽ ലിതുൻദിർ ലിതുൻദിർ അല്ലേ, അവിടെ റായിന് സുക്കൂൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ലിതുൻദിർ അവിടെ നീട്ടാത്തതിൻ്റെ കാരണം അവിടെ നീട്ടാനില്ല, നമ്മൾ നീട്ടേണ്ട ആവശ്യമില്ല. നീട്ടാനുള്ളിടത്ത് നീട്ടിയാൽ മതി. നീട്ടാനുള്ള മദ്ദക്ഷരം ഉണ്ടാകുമ്പോഴേ നമ്മൾ നീട്ടേണ്ടതുള്ളൂ. ബാക്കിയുള്ള ഏത് സ്ഥലത്ത് നിർത്തുമ്പോഴും നമ്മൾ നിർത്താം, പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? നീട്ടാൻ പാടില്ല. അപ്പോൾ ലിതുൻദിർ റാവിന് സുക്കൂൻ കൊടുത്ത് അവിടെ നിർത്തി. ഖൗമ അവിടെ തെൻവീൻ ഫത്ഹുള്ളടത്ത് നമ്മൾ നിർത്തുമ്പോൾ ഖൗമ അത്ര നീട്ടിയാൽ മതി, കൂടുതൽ നീട്ടാൻ പാടില്ല. ഖൗമൻ മാ അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്തണ്ടേ. ഖൗമൻ മാ അവിടെ ഇപ്പോൾ ഒരു മദ് വരുന്നുണ്ടല്ലേ. ഖൗമൻ മാ ഉൻദിറ മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നത്. അപ്പോൾ മദ് മുൻഫസിലാണ്, മദ് മുൻഫസിലാണ് വരുന്നത്. മദ് അതേ വാക്കിലാവുമ്പോൾ ആബാഉഹും മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഹംസ വാവിൻ്റെ മുകളിലാണ് ഹംസ വന്നിട്ടുള്ളത്. അത് അതേ വാക്കിലാണ്. ഇത് മദ് മുത്തസിലാണ് അല്ലേ. മദ് മുത്തസിൽ മുൻഫസിൽ ഓർമ്മ ഉണ്ടാകണം. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതേ വാക്കിൽ വരുമ്പോഴാണ് മദ് മുത്തസിൽ. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ രണ്ടും വേറിട്ട് വരുമ്പോൾ, രണ്ടായാലും നമുക്ക് നീട്ടണം. നമ്മളിപ്പോൾ ആ ഒരു രൂപം മനസ്സിലാക്കുക. മദ് മുത്തസിലായിക്കോട്ടെ മദ് മുൻഫസിലായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ട? തല പുകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നീട്ടലും അവിടെ എന്ത് ചെയ്യണം? ഒരു അലിഫിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ നീട്ടണം. അപ്പോൾ സാധാരണ നീട്ടുന്നതിലേറെ എന്ത് ചെയ്യണം? കൂടുതൽ നീട്ടണം എന്ന് മനസ്സിലാക്കുക. അവിടെ മദ് മുത്തസിലാണ്, മദ് മുൻഫസിലാണ്. ഒന്ന് ആബാഉഹും എന്നുള്ളിടത്ത് മദ് മുത്തസിലാണ്,
മാ ഉൻദിറ അത് മദ് മുൻഫസിലുമാണ്. ഫഹും അവിടെ നിർത്തണം എങ്ങനെ? ഫഹും ഗാഫിലൂൻ. ഫഹും ഗാഫിലൂൻ. മീമിൻ്റെ ശേഷം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഓർമ്മയില്ലേ? സുക്കൂനുള്ള മീമിൻ്റെ ശേഷം 3 നിയമങ്ങളാണുള്ളത്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം പിന്നെ ബാവും മീമും അല്ലാത്ത, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം പിന്നെ മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം, കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. പിന്നെ ബാക്കി ഏത് വന്നാലും അവിടെ മീമിനെ പിന്നെ വ്യക്തമാക്കണം. ഫഹും ഗാഫിലൂൻ. ഗാഫിലൂൻ ഇവിടെ എന്താണ്? മദ് ആരിൽ വന്നു. കാരണം എന്താണ്? വഖഫ് ചെയ്തത് കൊണ്ട് അവിടെ നൂന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് മദ്ദക്ഷരമാണ്. ഞാൻ അവിടെ നിർത്താതെ ഓതുകയാണെങ്കിലോ ഫഹും ഗാഫിലൂന ലഖദ് ഹഖൽ ഖൗൽ. അവിടെ എന്ത് ചെയ്തു? ഗാഫിലൂന അല്ലേ? അവിടെ നിർത്താം. അപ്പോൾ സാധാരണ മദ്ദേ വരുന്നുള്ളൂ. അതെല്ലാം നിർത്തുകയാണെങ്കിൽ മദ് ആരിൽ വരും. ലഖദ് ഹഖൽ ഖൗൽ. ലഖദ് അവിടെ നിർത്തി. ഞാൻ ഹക്ക് എന്നുള്ളിടത്ത് നിർത്തുക, ഹക്ക എന്നുള്ളിടത്ത് നിർത്താണ്. അപ്പോൾ ലഖദ് ഹക്ക്, അപ്പോൾ അതിന് സുക്കൂൻ ചെയ്തു. അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ നമ്മൾ നിർത്തുക, സുക്കൂൻ ചെയ്തിട്ടാണ് ഏത് സ്ഥലത്തും നിർത്തേണ്ടത്. ഫത്തുകളുള്ളടത്ത് തെൻവീൻ ഫത്തൊക്കെ ഉള്ളിടത്ത് ചെയ്യണം. അവിടെ പിന്നെ നമ്മൾ നിർത്തേണ്ട രൂപം പറഞ്ഞു. ലഖദ് ഹഖൽ ഖൗൽ. ഖൗൽ എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നിർത്തുക? കാരണം എന്താണ്? സുക്കൂൻ പിന്നെ അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ സുക്കൂൻ കൊടുക്കണം. അപ്പോൾ ലഖദ് ഹഖൽ ഖൗലു എന്നുള്ളത് ലഖദ് പിന്നെന്ത് ചെയ്തു? ഖൗല് അല്ലേ? അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം എന്താണ്? വാവിന് സുക്കൂനാണ്, സ്ഥിരമുള്ള സുക്കൂനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മദ് ലീന് വരും. അപ്പോൾ എങ്ങനെ? ലഖദ് ഹഖൽ ഖൗൽ. അവിടെ നിർത്തേണ്ട ആവശ്യമില്ല, നമ്മൾ നിർത്താതെ പോവുക. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം. മദ് മുൻഫസിൽ അടുത്ത വാക്കിലാണ് വന്നത്. അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. മദ് ആരിദ്. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം. ഫീ ഒരു വാക്ക്, അഅനാഖ് മറ്റൊരു വാക്ക്, മദ് മുൻഫസിൽ. അഗ്ലാല അവിടെ നിർത്തുമ്പോൾ അഗ്ലാല നിർത്തേണ്ട രൂപം മനസ്സിലായില്ലേ? തൻവീൻ ഫത്ത് ആയതുകൊണ്ട് അഗ്ലാല. ഫഹിയ ഇലൽ അദ്ഖാൻ അവിടെ നിർത്തുകയാണെങ്കിൽ അദ്ഖാൻ മദ് ആരിദ്. ഫഹും മുഖ്മഹൂൻ. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം, കൂട്ടി യോജിപ്പിച്ച് മണിക്കണം അല്ലേ? ഫഹും മുഖ്മഹൂൻ. ഹൂ എന്നുള്ളിടത്ത് മദ് ആരിദ് വന്നു. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ. മിൻ ബൈനി സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം. അപ്പം മിൻ എന്നുള്ളത് മിം എന്നാക്കുക. മിം ബൈനി ഞാൻ അവിടെ നിർത്തുകയാണ്. മിം ബൈനി എന്നുള്ളിടത്ത് നിർത്തുകയാണ്. മിം ബൈൻ. കാരണം എന്താണ്? അവിടെ നൂനിന് സുക്കൂന് അതിന് തൊട്ടുള്ള മുമ്പുള്ള യാ അല്ലേ? യാ ഓ ആവോ വന്നാൽ എന്ത് ചെയ്യണം? ആ വാവിന് സ്ഥിരമായ സുക്കൂനാണെങ്കിൽ മദ് ലീന് വരും. അപ്പോൾ എന്ത് ചെയ്യണം? സാധാരണ നീട്ടുന്നതിലേറെ നീട്ടണം. മിം ബൈൻ. മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ. ഐദീഹിം സദ്ദ തൻവീൻ ഫത്ത് ആയതുകൊണ്ട് നിർത്തലെങ്ങനെ? സദ്ദ. വമിൻ ഖൽഫിഹിം സദ്ദ അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്തേണ്ടത്. വമിൻ അവിടെ ഇൽഹാർ ചെയ്തു അല്ലേ? ഹംസ ഹ ഹ ഖ ഐന് ഗൈന്. സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം ഈ 6 അക്ഷരം വന്നാൽ നൂനിനെയോ തൻവീനിനെയോ വ്യക്തമാക്കി വമിൻ എന്ന് വെളിവാക്കിയിട്ട് തന്നെ പറയണം. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവിടെ മദ് ആരിദ്. വസവാഉൻ ലെ മദ് മുത്തസിൽ അതേ വാക്കിലാണ് ഹംസ വന്നത്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നത്, മദ് മുത്തസിൽ. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇവിടെ തുൻദിർ അല്ലേ? റായിന് സുക്കൂന് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസർ വരുമ്പോൾ റായിനെ തർക്കീക്കാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ അംലം തുൻദിർ എന്ന് പറയാൻ പാടില്ല. അംലം തുൻ
തുൻദിർഹും ലാ യുഅ്മിനൂൻ. ലാ യുഅ്മിനൂൻ മദ് ആരിദ് യുഅ്മിനൂൻ. അഅൻദർതഹും അവിടെ നിന്നുണ്ട് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ദാൽ വന്നു, ഇഖ്ഫ ചെയ്യണം. അപ്പോൾ ഇന്ന് ഈ 10 ആയത്തുകളാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ ഓതിയത്. അപ്പോൾ ഇതിലുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞു. ഈ പിന്നെ പറഞ്ഞ പ്രകാരം നമ്മളൊക്കെ എന്ത് ചെയ്യണം, എന്നും ഇനി യാസീൻ ഓതേണ്ടത് ഈ രൂപത്തിലാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇന്ന് ഓതിയതിൽ മദ് പിന്നെ ലാസിമ വന്നിട്ടില്ല. മദ് ലാസിമ ഫസ്റ്റ് വന്നില്ലല്ലേ, യാസീൻ യാസീൻ അതൊരു രൂപമാണ് മദ്. പിന്നെ മദ് ലാസിമ വരുന്ന ഒരു രൂപം അങ്ങനെയാണ്. പിന്നെ എന്താണ്, മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരിക എന്നുള്ളതാണ്. ഷദ്ദുള്ള അക്ഷരം വരിക. അപ്പോൾ ആ ഒരു രൂപം ഇതിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു രൂപമാണ് വലല്ലാലീൻ. അത് മദ് ലാസിമാണ്. അപ്പോൾ മദ്ദുകളൊക്കെ ഏകദേശം രൂപം മനസ്സിലായിട്ടുണ്ടാവും. ഇനി പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആ ചാർട്ടിലേക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് തിരിയും ഏതൊക്കെ രൂപം എന്നുള്ളത്. ഈ രൂപത്തിലുള്ള 5 മദ്ദുകൾ ഏത് മദ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ നീട്ടുന്നതിലേറെ നീട്ടുക. മദ് ലാസിം കൂടുതലായിട്ട് നീട്ടണം. അതാണ് പിന്നെ മെയിനായിട്ടുള്ള മദ് ലാസിമ്, മദ് മുത്തസിൽ. ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട മദ്ദുകളാണ്. ഇനി വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം ഏത് സ്ഥലത്ത് നിർത്തുകയാണെങ്കിലും നിർത്തേണ്ട രൂപങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ 1-2 പ്രാവശ്യം പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ തന്നെ കുറേയൊക്കെ മനസ്സിലാവും. ഇനി അതും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. യാസീൻ കഴിയുന്നതോടുകൂടെ ഏകദേശം വിശുദ്ധ ഖുർആനൊക്കെ ഒന്ന് നിർത്തുന്നതും അതേപോലെ തന്നെ മദ്ദുകളും മറ്റുള്ള എല്ലാ വിഷയങ്ങളും മനസ്സിലാകും എന്ന പ്രതീക്ഷയാണുള്ളത്. യാസീൻ എന്നുള്ളത് നമുക്കൊരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൂറത്താണ്. ദിവസവും പാരായണം ചെയ്യേണ്ട ഒരു സൂറത്തും കൂടിയാണ്. അതുകൊണ്ട് അപ്പോൾ ഈ പിന്നെ രൂപത്തിലായിരിക്കണം ഓതേണ്ടത്. ഒന്നും കൂടി നമുക്കൊന്ന് ഓതി നോക്കാം. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ ഇങ്ങനെ മെല്ലെ ഒന്ന് എല്ലാവരും ഒന്ന് ഓതി നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ യാസീൻ. സി എന്നുള്ളിടത്താണ് കൂടുതൽ നീട്ടേണ്ടതെന്ന് പറഞ്ഞു. മറ്റേത് സാധാരണ നീട്ടലാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖ്ഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون